നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ തുടരണം, ഇവിടെ അവസാനിപ്പിക്കാൻ അറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എവിടേക്ക് ഒരു ചലനമുണ്ടാകും, ഒരു ചലനമുണ്ടാകും. പരിശുദ്ധാത്മാവ് എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഏതൊക്കെയോ മുഖാന്തരങ്ങൾ നടത്തുവാൻ പോവുകയാണ്. അത് കഴിഞ്ഞ പകലുണ്ടായിരുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് അതിന്റെ രഹസ്യം എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 4 നാളുകളായി ഉപവസിച്ച് 5-ാം ദിവസത്തിൽ ഹല്ലേലൂയ ദൈവപാദത്തിൽ താണിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് മനസ്സറിഞ്ഞ് ചിലരുടെ കൈമാറുവാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് ഉയർന്നതിന് ശേഷം ഹല്ലേലൂയ ശിഷ്യന്മാരുടെ മേൽ ആത്മാവിനെ ഊതി എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയും. അവിടെ മേൽ ആത്മാവിനെ ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയെന്ന് പറഞ്ഞു. അതിനുശേഷം പറയുന്നൊരു പദമുണ്ട്, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും എന്നാണ്. അവിടെ മേൽ ആത്മാവിനെ ഊതി. ആദ്യം ആരംഭിച്ച് ഏതേൻ തോട്ടത്തിലാണ് ഈ ഊതുന്ന പരിപാടി. അത് ദൈവം തന്നെ ചെയ്തതാണ്. 32:7 വായിച്ച് ശരിയാണോ നോക്കട്ടെ. ചിലർ പറയും ഈ ഊതുന്ന ശുശ്രൂഷ വെറുതെ ഉണ്ടായതാണ്, ആളുകളെ കളിപ്പിയതാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവന്റെ സ്വന്തം മേൽ ജീവശ്വാസം ഊതി. ഞാൻ പറയുന്നത് നമ്മുടെ മേൽ വന്നിരിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാൻ അവൻ ഏത് മതത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാലും, ഏത് മതത്തിൽ മനുഷ്യൻ ലോകത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാലും, ഏത് മതങ്ങൾക്ക് അടിമയായിരുന്നാലും അവരിൽ വസിക്കുന്ന ശ്വാസം ദൈവത്തിൻ്റെതാണ്, ദൈവവിശ്വാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര സന്തോഷമുണ്ട് പകരം, എത്ര സന്തോഷമുണ്ട്. സന്തോഷമുണ്ടെങ്കിൽ സ്തോത്രം, അതിന്റെ പ്രകടനമൊക്കെ വെളിപ്പെട്ടു വരും. സ്തുതിയായും സ്തോത്രമായിട്ടും അല്ലേ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം വായിക്കാമോ? യോഹന്നാൻ സുവിശേഷം ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളും. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. പാപമോചനം കൊടുക്കുന്ന ഒരു കർത്താവ്. നമ്മുടെ പാപം മോചിച്ച് കിട്ടിയത് കൊണ്ടാണ് പകൽ നാം ആ സന്തോഷത്തോടെ അപ്പനെ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. രോഗസൗഖ്യമല്ല നടക്കിൽ. മനുഷ്യൻ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അകത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ഈ ലോകത്തിൽ മനുഷ്യനെ പറ്റിപ്പിടിച്ച പായം പോലെ വന്ന ജീവിതത്തിലെ പാപഭാഷകളെ അഴിച്ച്, കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ മരണഭാഷബന്ധനങ്ങളെ അഴിച്ച് നമ്മെ രക്ഷിച്ചത് ഓർക്കുമ്പോ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മെ വീണ്ടെടുപ്പ് ഓർക്കുമ്പോ ആർക്കും മൗനമായി ഇരിപ്പാനും കഴിയത്തില്ല. കാരണം എന്താണ്? യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിനുമായിട്ട് ശിഷ്യരുടെ ആത്മാവിനെ ഊതിട്ട് പറയാണ്, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. എന്നാൽ ലേഖകനായ പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് യാക്കോബിന് ലേഖനം എഴുതുമ്പോൾ അവിടെ 5-ാം അധ്യായം അതിന്റെ 13 മുതൽ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നു. വായിച്ചോ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട്
വരട്ടെ. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവന് എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയോട് രോഗശാന്തിക്ക് തടസ്സമായിരിക്കുന്നത് പാപമാണെന്ന് എഴുതിയിരിക്കുകയാണ്. രോഗശാന്തി വരേണ്ടതിന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും. ഇതിന്റെ ഒരു ഭാഗമാണ് യേശു ശിഷ്യന്മാരെ ആത്മാവിൽ നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. ചില സമയത്ത് കുമ്പസാരം കാര്യമൊക്കെ ഉണ്ട്. ഒരു പറയുന്നത് അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് വേണ്ടി ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, യേശു. ആ യേശുവോട് പ്രാർത്ഥിക്കുന്ന നേരം വന്ന് നമ്മുടെ ഏത് തെറ്റും ഏത് കുറവുകളും കാര്യം തുറന്നു പറയുവാൻ ഒരേ ഒരു അപ്പം നമുക്കുണ്ട്. അത് യേശു മാത്രമാണ്. കാരണം ആ യേശുവിന്റെ രക്തമാണ് സകല പാപവും നോക്കി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനോട് പറയരുതെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ പറഞ്ഞ് നിങ്ങളുടെ വേദനയും നിങ്ങളുടെ ഭാരങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. പാപം നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ബലഹീനതകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് യേശുവോട് പറയുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറയുന്ന നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അവൻ പാപം ചെയ്തവരെ ക്ഷമിക്കും. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടു. ഭൂമിയിൽ കെട്ടപ്പെട്ടത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിയപ്പെട്ടത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ ചിലതൊക്കെ കെട്ടുവാനും അഴിക്കുവാനും എല്ലാം അധികാരമുണ്ട്. ഇതിനാണ് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പാടണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ജീവിക്കണം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൽ ഒരുവൻ അന്യായ ബന്ധനങ്ങളെ അഴിച്ചാൽ അഴിച്ചത് തന്നെ. പക്ഷെ അഴിച്ച ആള് ആത്മാവിൽ ജീവിക്കണം, അത് സത്യമാണ്. അല്ലെങ്കിൽ അവനെ കൊടുക്കും. ഇതുകൊണ്ടാണ് പലരും പിന്നത്തെ വേദനകൾ പ്രശ്നങ്ങൾ കടന്നു വേണ്ടി വരുന്നത്. അവർ പറയും നിൽക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്തിട്ട് പറയും, പിന്നെ നീ കാര്യം ചെയ്യുമ്പോൾ ആത്മാവിൽ ചെയ്യണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവ് പറയുന്ന നിലയിൽ ഒരു ജീവിതം നമുക്ക് വേണം. അതിനാ പറഞ്ഞത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ജനത്തിന്റെ പ്രവൃത്തിയെ നിവർത്തിക്കത്തില്ല. അപ്പൊ നോക്കണം, ഏതാണ് ഉൽപ്പത്തി 2:7 സ്വർഗമാത്മാവിനെ ഊതുകയാണ്, അല്ലെ? ശരിയല്ലേ? പിതാവായ ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ആത്മാവിനെ ഊതി തന്റെ ജീവശ്വാസത്തെ മനുഷ്യന് തന്നു. എന്നാൽ പുതിയ മതത്തിലേക്ക് വരുമ്പോ അവിടെ തന്നെ മരണവും കൽപ്പിച്ചിട്ടുണ്ടല്ലേ? 3:18 വായിച്ച് 2:7 ഊതി ആത്മാവിനെ തന്ന ദൈവം അതിന്റെ ഭരണ ഫലം എന്താണെന്ന് കൂടി പറഞ്ഞു. 3:18 വായിച്ച് 3:18 23:18 മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമായും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിന് തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നിലത്തിന് പൊടിയെടുത്ത ജീവശ്വാസം ആത്മദേവ ജീവിക്കണം. പക്ഷെ അതിനൊരു അവസാനം ഉണ്ടെന്ന് കൂടി പറയുകയാണ്. പറഞ്ഞല്ലേ? 3:19 നീ പൊടിയിൽ തിരികെ ചേരും. നീ പൊടിയാണ്. ജീവശ്വാസം ഊതിയതുകൊണ്ട് ജീവൻ ദേഹിയായി തീർന്നു. അതുകൊണ്ടാണ് പാട്ടുകാരൻ മനുഷ്യ നീ മണ്ണാകുന്നത്. എപ്പോഴും മനുഷ്യന് മണ്ണോട് കൂടി ഒരു ചായ ഉണ്ട്, ശരിയല്ലേ? നമ്മളിവിടെ ചെന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലും ചായ ചെയ്യാൻ തോന്നുന്നു. ഇതിനാണ് ഞാൻ കളയുന്നില്ല. ഓക്കെ, ഭാഗം കിട്ടും. മനുഷ്യന് മണ്ണുമായി ബന്ധമുണ്ട്. മനുഷ്യനെ മണ്ണാണ്. പക്ഷെ ഈ മണ്ണാകുന്ന ശരീരത്തെ ആളുകൾ മിനുക്കിപ്പറക്കി എന്തെല്ലാം കാട്ടിക്കൂട്ട് നോക്കുമ്പോ ചിലപ്പോ നമ്മൾ ചിന്തിച്ചു കിടപ്പോ എന്തോ ദിവസം
മണ്ണിനല്ല വില, ഈ മണ്ണിനകത്ത് വന്ന മഹത്വത്തിന്റെ ആത്മാവിനാണ് വില. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം എഴുതി വെച്ചു, ഈ കൂടാരമായ ഭവഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഹലോ, ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, പണിയപ്പെടലിൽ കൈപ്പണിയായി ദൈവം പണിത് ജീവശ്വാസം ഊതിയ ഈ മനുഷ്യന് കൈപ്പണിയല്ലാത്തൊരു ഭവനം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യ ഈ പൊടിയാണ്, പൊടിയിലേക്ക് തിരികെ ചേരും. പക്ഷേ ഈ പൊടിയിലേക്ക് തിരികെ ചേരുമ്പോൾ ഈ ശരീരം ആത്മാവിന് നൽകിയവന്റെ അടുക്കലേക്ക് കടന്നു പോകേണ്ടതായി വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു യാത്രയുണ്ട്. ഇതുകൊണ്ടാണ് ജീവിതം ഒരു യാത്രയാണ് എന്ന് എഴുതുവാൻ കാരണമായിരുന്നത്. പാട്ടുമുണ്ട്, ജീവിത യാത്രക്കാരാ കാലടികളങ്ങോട്ട് നാശത്തിൻ പാതയും ജീവന്റെ മാർഗവും ലക്ഷ്യം മുന്നിരുന്ന്. എന്താ ലക്ഷ്യം? നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാണോ? ഒരുങ്ങുന്ന വ്യക്തിയോട് പറയാണ്, മനുഷ്യ ഓർക്കണം. എന്താ ഓർക്കേണ്ടത്? കൂടാരമായി ഭവനം അഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ ദാനമായി ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. ഞാൻ അവിടുത്തെ അവകാശിയാണ്, അനാഥനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ. നിത്യവും ഈ കൂടാരമായ ഭവനം അടിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ദാനമായ കിട്ടും സ്വർഗം നമുക്കായിരിക്കുമ്പോ പഴയ മൊത്തം ചില കാര്യങ്ങൾ എടുത്ത് പറയാം. നോക്കാം. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവും ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. മനുഷ്യൻ എങ്ങനെ നിറച്ചിരിക്കുന്നു? സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഹലോ, ബുദ്ധിയില്ലാന്ന് പറഞ്ഞവർ ശ്രദ്ധിക്കണമേ. മനുഷ്യൻ എങ്ങനെ ചെയ്യുന്നു? സകലവിധ ജ്ഞാനവും കൊണ്ട് കൊത്തുപണി ചെയ്യുവാൻ, ചിത്രപ്പണി ചെയ്യുവാൻ, പൊന്നിൽ വേല ചെയ്യുവാൻ, മരത്തിൽ വേല ചെയ്യുവാൻ എല്ലാം ദൈവം ജ്ഞാനം കൊടുത്ത് നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ ജ്ഞാന സമ്പൂർണ്ണ എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നാൽ അത് തുറന്നതാ. ഒരുവൻ ജ്ഞാനം നൽകിയാൽ അത് നൽകിയതാ. ഒരിക്കൽ കൂടി ആ ഭാഗം വായിക്കാമോ? എല്ലാവരും ശ്രദ്ധിക്കണേ. ആ ഭാഗം മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ഏതായി ദിവ്യാത്മാവ്? നേരത്തെ പുതിയ ആത്മാവ്. ഹലോ, നിങ്ങളുടെ മേൽ വന്ന ശ്വാസം ശ്വാസം കിട്ടുന്നില്ല. ഈ ആത്മാവ് ദൈവം തന്ന ആത്മാവാണ്. അതിലെന്തോണ്ടെന്ന് അറിയാമോ? ശ്വസിക്കുക മാത്രമല്ല, അകത്തെ മനുഷ്യ ഒരു വലിയ ക്രിയ നടക്കുകയാണ്. ഒരു വലിയ വിശ്വാസത്തിൽ അകത്ത് പ്രവർത്തിക്കുകയാണ്. ഹൃദയമല്ലേ എല്ലാം സെറ്റ് ചെയ്യുകയാണ്. കാണുന്നത്, കേൾക്കുന്നത്, സ്റ്റോറി കൊടുക്കുന്നുണ്ട്, എന്ത് പറയണമെന്ന് ഏൽപ്പിക്കുന്നുണ്ട്. ഈ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന പലവിധ തന്ത്രങ്ങൾ അതിൽ ഒരുക്കുന്നുണ്ട്.
കാണുമ്പോൾ കേൾക്കുമ്പോൾ പലതും മനുഷ്യൻ നിരൂപിക്കുവാൻ, എടുക്കുവാൻ, കേൾക്കുമ്പോൾ സ്റ്റോർ ചെയ്യുവാൻ നമ്മുടെ ഭാവനകത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ദിവ്യാത്മാവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളത്തിന്മേലെ പ്രവർത്തിച്ചുള്ള ആത്മാവ് മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ആ സൃഷ്ടിപ്പ് ചെയ്ത ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ആത്മാവ് മനുഷ്യന് ഇരുന്നുകൊണ്ട് ആ സൃഷ്ടിയെ വാഴുവാനായി ഭൂമിയെ നിങ്ങൾ വാഴുവീ എന്ന് പറഞ്ഞാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് ആക്കിയത്. നമ്മളെന്ത് വാഴും? ചില പറയണം, അയ്യോ ഈ ലോകത്തിലെ ജീവിതം സ്വസ്ഥതപ്പെട്ടതായി പോയി. എന്നാൽ ചിലർ വാഴുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മെ വാഴുവാനാണ് ആക്കിയിരിക്കുന്നത്. പക്ഷേ നാം ഇപ്പോൾ വേദന, മനുഷ്യൻ പറയണം, അയ്യോ ഇതെന്തോ ഒരു വേദന, ഇതെന്തോ ഒരു ഭാരം, ഇതെന്തോ ഒരു പ്രശ്നങ്ങൾ, എങ്ങനെ ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. അങ്ങനെയല്ലേ അല്ല. ഹല്ലേലൂയ. മനുഷ്യന് ദിവ്യാത്മാവെല്ലാം ചെയ്യുവാനുള്ള ദൈവിക ജ്ഞാനത്തെ, കൃപയെ ദൈവം നിങ്ങളുടെ അകത്ത് വെച്ചിരിക്കുകയാണ്. വെച്ചിട്ടുള്ളത് ഒരു ദിവസം ഈ ശരീരം വിടും. അന്ന് എവിടെ എത്തണം? എന്റെ അടുക്കൽ തിരിച്ചു വരണം. ഞാൻ നിങ്ങൾക്ക് പ്രതിഫലത്തെ. ഇതിനെയാണ് കൊരിന്ത്യർ പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഭൂമിയിൽ കൃഷി ചെയ്തിരിക്കുന്നു. ആത്മാവിനെ തന്ന്, ദിവ്യജ്ഞാനം തന്ന്, കൃപ തന്ന്, അധികാരം തന്ന്, അഭിഷേകം തന്ന് ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. ഇതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, ഹല്ലേലൂയ, സ്വർഗ്ഗം സ്വർഗത്തിലെങ്കിലും കീഴേ ഭൂമിയിലെങ്കിലും അഗ്നിയിലെ വെള്ളത്തിലെങ്കിലും വെള്ളത്തിന്റെ ഒന്നിന്റെ പ്രതിനേരം പറയാൻ പോകരുത്. ഹല്ലേലൂയ. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതിന് 19-ാം സംഖ്യയിൽ എഴുതി വെച്ചത്. ഹല്ലേലൂയ. ന്യായാധിപന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമോ? ന്യായാധിപന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. വേഗത്തിൽ ചില കാര്യങ്ങളുടെ പകരം വായിച്ചു. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഇസ്രായേലിലും ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറേ. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. യുദ്ധത്തിന് പുറപ്പെട്ടാറേ. യഹോവ മെസൊപ്പൊത്താമിയയിലെ രാജാവായ ആ മെസൊപ്പൊത്താമിയയിലെ രാജാവിനെ പിടിച്ചടക്കുവാൻ ആത്മാവിരുന്നവനെ അധികാരപ്പെടുത്തി. രാജാവിന്റെ ജയമുണ്ടായിരുന്നത് ആത്മാഭിഷേകം ഇരുന്നവനാണ് ജയമുണ്ടായത്. ശരിയാണോ? അതെ. ഇങ്ങനെ ഒരിക്കലും പ്രസംഗിക്കാത്തതും അങ്ങനെയാണ് ദിവസം പ്രത്യേകത. ആത്മാവിരിക്കുമ്പോ അസാധ്യമെന്ന് ചിന്തിച്ച് ഭയപ്പെട്ട് രാജാക്കന്മാർ പോലും കീഴ്പ്പെടുത്തുവാനുള്ള അഭിഷേകത്തിന് നിയോഗമാണ് വരുന്നത്. യഹോവയുടെ ആത്മാവ് വന്നപ്പോ അവൻ ആത്മബലത്താൽ പോയി മെസൊപ്പൊത്താമിയയിലെ രാജാവിനെ കീഴ്പ്പെടുത്തി ജയം കൈവരിച്ചു. ശത്രുവിനെ ജയിക്കുവാനാണ് ഈ ആത്മാഭിഷേകം വന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കണം, വിശുദ്ധീകരിക്കണം, വിശ്വസ്തനാകണം, നീ ആരാധിക്കണം. നിന്റെ ബുദ്ധികൾക്ക്, ചിന്തകൾക്ക് ഒരു ചെറിയ ലിമിറ്റുണ്ട്, ഒരു പരിമിതികളുണ്ട്. ഇതിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ നിന്നെ ഏൽപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ, നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ നീ ഇന്ന് കരഞ്ഞും വ്യാകുലപ്പെട്ടും താഴ്ന്നിരിക്കുന്ന വിഷയങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് എല്ലാം ഇതുപോലെ മെസൊപ്പൊത്താമിയയിലെ രാജാവ് രാജാവിനെ രക്ഷിച്ചോട് പറഞ്ഞ് ജനം രാജാവിന് വിശ്വാസം വെച്ചു, ദൈവത്തിൽ വിശ്വാസം വെച്ചു.
സാധിച്ചില്ല. എന്നാൽ മെസൊപ്പൊത്താമിയിലെ ജനത്തിന് മനസ്സിലായി, അഭിഷേകമുള്ളവന്റെ കയ്യിലാണ് ദൈവം ജയം നൽകുന്നത്. ദൈവമേ, എവിടെ നീ ജയിക്കണമോ അഭിഷേകം നിന്നിൽ വേണം. ഒന്നുകൊണ്ട് തോറ്റുപോകരുത്. എന്തിനാ പറഞ്ഞത്? മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിങ്ങളുടെ കൃപാവരം ജ്വലിപ്പിക്കാം. എന്താ? ആത്മാവിൽ കൃപയുണ്ട്, ആത്മാവിൽ വരങ്ങളുണ്ട്, ആത്മാവിൽ ഭയങ്ങളുണ്ട്, ആത്മാവിൽ ജീവിതമുണ്ട്. അതുകൊണ്ട് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെടാതെ പുറത്തെ മനുഷ്യന് എന്തൊക്കെ സുഖിപ്പിച്ചു കഴിഞ്ഞാലും ഞാൻ ഒരു പ്രയോജനമില്ല. അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ദൈവവചനം വേണം. ദൈവവചനം വേണം. ഒരു ധനവാനായ മനുഷ്യൻ, സമ്പന്നനായ മനുഷ്യൻ ബൈബിളിൽ കാണാൻ കഴിയല്ലേ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 15 മുതൽ വേഗത്തിൽ 19 വരെ വായിച്ചു. ഈ മനുഷ്യനെ കുറിച്ച് വളരെ വ്യക്തമായി സവിസ്താരം പറയുന്ന ഒരു ഭാഗമാണ്. ഈ ലോകത്തിൽ പുറമെയുള്ള മനുഷ്യനെ വളർത്തി അകത്തെ മനുഷ്യൻ ആത്മാവിന് വളർച്ചയില്ലാത്ത ഒരുവരെ നോക്കി പറയാണ്, നീ അരിഷ്ടനാണെന്ന് പറയാണ്. നീ ആശയ്ക്ക് വായിക്കാത്തവനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുറത്തെ മനുഷ്യനെ സുഖിപ്പിച്ചാൽ ആത്മമനുഷ്യന് സന്തോഷമില്ല, മനുഷ്യ ജീവിതത്തിന് സ്വസ്ഥതയില്ല, മനുഷ്യന് ഭാരങ്ങളേറുകയാണ്. ദൈവവൈദ്യരെ, ഭൂമിയിൽ എത്രമാത്രം പണമുണ്ടായിരുന്നാലും, നീ എന്തൊക്കെ പിടിച്ചടക്കി എന്ന് പറഞ്ഞാലും, ലോകം മുഴുവൻ വാങ്ങാൻ പണം നീ വാരിക്കൂട്ടിയാലും, അമ്മയപ്പന്മാർ നിനക്കേണ്ടി വെച്ചിട്ട് പോയാലും, വചനം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ആത്മാവിനെ നഷ്ടമാക്കുന്ന അളവിൽ നഷ്ടമായി പോകുവാൻ സാധ്യത ഒരുവരെ നോക്കിയിട്ട് ഇതാ അവന് ഉപദേശം കൊടുക്കുന്ന ഒരു ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 15 മുതൽ കാണുന്നത്. വേഗത്തിൽ വായിച്ചോ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമന്നു കളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിഞ്ഞ ഉലയിൽ 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത് ധരിക്കുന്ന ദൈവവചനം അവസാനം തീയാ വെളിപ്പെടുത്തേണ്ടത് എന്നെയും നിങ്ങളെയും. നമ്മുടെ ഫലം, നമ്മുടെ പ്രവർത്തി എന്തുപോയെങ്കിൽ സംഗതി പോയി. തീയെല്ലാം ശോധന ചെയ്തിരിക്കുന്നു 2 ലേഖനത്തിൽ. ഇവിടെ ജീവിക്കുന്ന ജീവിതത്തിന്റെ റിസൾട്ട് പറയുന്നത്, നിനക്കൊരു ജീവിതമുണ്ട് ആത്മാവിൽ. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് അവൻ പറയാണ്, ഞാൻ ധനവാൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ അടുത്തത് നിർഭാഗ്യവാനും. ഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ ലോട്ടറി അടിച്ചതല്ല ഭാഗ്യം, നിത്യത ലഭിക്കുന്നതാണ് ഭാഗ്യം. ലോട്ടറി അടിച്ചാൽ കുറെ പണം കയ്യിൽ കിട്ടും, അല്ലെങ്കിൽ ഇവിടുന്ന് കുറെ സ്ഥാനമാനം ഉണ്ടാക്കാം. നിങ്ങളുടെ പേര് പ്രശസ്തി മാധ്യമങ്ങൾ അവിടെ ഹിന്ദുസ്ഥത്തിൽ പേരിട്ട് വിടാ, ഇന്നാൾക്ക് ലോട്ടറി അടിച്ചിട്ടതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞു വയ്ക്കും. അല്ലെങ്കിൽ ലോകം മാനിക്കും. അനേക നടന്മാരെ നടിമാരെ മാനിക്കുന്ന, ലോകത്തിലെ ആളുകളെ മാനിക്കുന്ന, അവർ പറയുന്നത് കേട്ടാൽ മാനിക്കുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷേ അവർ പറയാതെ പ്രാർത്ഥിച്ചാൽ അവർക്ക് ഇതിൽ കണ്ണുകളിയും കാണും. അതാണല്ലോ കഴിഞ്ഞ നിമിഷം ഒരു പെൺകുട്ടി വിജയം കൈവരിച്ചപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം പ്രാർത്ഥിച്ചാലെങ്കിലും ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്? നിങ്ങൾ ഇപ്പൊ ചിന്തിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ആത്മാവിരിക്കുന്നത് പരാജയപ്പെടുത്തില്ല, ആത്മാവിരിക്കുന്നത് പരാജയപ്പെടുത്തില്ല. അതിനാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എന്തോ ഇത്രയും നിർബന്ധമായിട്ട് ആത്മാവിനെ തുടർന്ന് പറയുന്നത്? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ ജഡത്തിലുള്ളത് ത്യജിച്ചിട്ട് ആത്മാവുള്ളത് ചിന്തിക്കുന്നു. കുഞ്ഞു വളരെയാണ്, ആവശ്യമായ വിദ്യാഭ്യാസം വേണം. ആ കുഞ്ഞിന് നല്ല ജോലി വേണം, ആണാകട്ടെ പെണ്ണാകട്ടെ, ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ, അവരുടെ ഭാവി വേണം, ആവശ്യം. പക്ഷേ ചിലർ രാവും പകലും അവർക്ക് വേണ്ടി രാത്രിയും പകലും അധ്വാനിച്ചിട്ടും ജോലി ചെയ്തിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും അവർക്ക് എന്ത് വരുന്നില്ല.
ഈ ലോകത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ അതിനു വേണ്ടി കരുതിയും ഒരുക്കി കാര്യങ്ങൾ ക്രമീകരിപ്പെട്ട ചിന്തയും ചിന്താഗതിയും മാറുന്നില്ല. പരാജയത്തിലെയാണ്. പക്ഷേ ആ മനുഷ്യൻ ചിന്തിച്ചു കൂടി ധാരാളം സമ്പാദിച്ചു. അങ്ങനെ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ വെളിപ്പാട് 3:15 കാണുന്നത്. അവിടെ പറയുക ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് നീ പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും കണ്ണ് ഈ ഭൗതിക കണ്ട് കാഴ്ചയുണ്ട്, ആത്മീയ കണ്ട് പ്രകാശിച്ചിട്ടില്ല. ചില പറയാറില്ലേ, ഞാൻ പ്രാർത്ഥിച്ചു കണ്ണടച്ചു പോയി ഇരുട്ടാണ്, കണ്ണടച്ച ഇരുട്ടേ കണ്ടു. ഈ കണ്ണാടി ഇപ്പോ ഇരുട്ടേടെ കാണും. പക്ഷേ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോ അവൻ വെളിപ്പാടുകളെ കാണും. ഹൃദയദൃഷ്ടിയെ പ്രകാശിക്കുന്ന ആത്മാവ് വെളിപ്പെടണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. അടുത്ത് നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ ഇവരോട് വസ്ത്രം കിട്ടാമോ? നല്ല മാന്യമായ വസ്ത്രം. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ നിങ്ങൾ ധരിക്കുന്നതിനേക്കാൾ നല്ല വില കൂടിയ വസ്ത്രം സമ്പന്നനല്ലേ, അവൻ ഇഷ്ടമുള്ളത് വാങ്ങി ധരിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ ഏത് വസ്ത്രം ധരിച്ചിട്ടും അവന്റെ പാപത്തിന്റെ കറ അവന്റെ ജീവിതത്തിൽ തെളിവേ കാണും. അതുകൊണ്ട് പറയണടാ, നീ നഗ്ന വസ്ത്രം ധരിക്കാത്ത, തേജസ്സിന്റെ വസ്ത്രം ധരിക്കാത്ത, രക്ഷാ വസ്ത്രം ധരിക്കാത്ത, നീതിയെ അംഗീകരിക്കാത്ത നഗ്നനാണ്. ഇങ്ങനെ എത്രയോ പേരറിയാം പാപുച്ച വന്നുകൊണ്ട് ആരുമില്ലെന്ന് പറഞ്ഞ് ചിന്തിച്ച് മനോവസനമായി മൈൻഡ് തെറ്റി നടക്കുന്നത്. ഈ നാട് ഞങ്ങളുടെ ഒരു സൗഖ്യമാകുന്നതാണ്. ഈ നാട് ഞങ്ങളുടെ ഒരു സൗഖ്യമാകാൻ പോവാ. മാനസികമായി തളർന്നിരിക്കുന്ന ജീവിതങ്ങളെ കഥ ബലപ്പെടുത്താൻ പോവാ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ നൽകാൻ പോവാ. പ്രതികൂല സ്വാധീനത്തിലൂടെ കടന്നുപോയി ജീവിതം പരാജയപ്പെട്ട കഥ തിരിച്ചു പിടിക്കാൻ പോവാ. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആത്മാവിനെ ഊതിയവൻ ആത്മാവിന്റെ ഊതുവാൻ കാരണമായത് മണ്ണിലെ പൊടിയെടുത്ത് തന്റെ പിതാവിന്റെ സ്വന്തം രൂപത്തിൽ സാദൃശ്യത്തിൽ എന്നെയും നിങ്ങളെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ആ മണ്ണിലേക്ക് ജീവശ്വാസം ഊതി അവൻ ജീവൻ ദേഹിയായി തീരുകയാണ്. ആ മനുഷ്യനെ 3:19 നീ പൊടിയിലെന്ന എടുത്തതിന് മണ്ണിൽ നടത്തത് മണ്ണിലേക്ക് തിരികെ ചേരുന്നതറിയാണ്. എന്നാൽ ആ യോഹന്നാൻ 20:22 എത്തുമ്പോൾ അവൻ ആത്മാവിനെ മനുഷ്യ ശരീരം എന്നെ പോലെ നിങ്ങളെ പോലെ ശരീരമുള്ള തന്റെ ചിലരെ അല്ലെങ്കിൽ സ്തോത്രം മീൻ പിടിച്ചും ഈ ലോകത്തിലെ പല കാര്യങ്ങൾ ചെയ്തും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയും അസ്ഥാനിച്ചവർ എങ്ങനെ അവരാണെന്ന് അറിയാൻ കഴിയും. അതേ അവർ പറയുന്നുണ്ട്, നാഥാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. വലതുഭാഗത്ത് വലവീശോ വലിയ കൂട്ടം പിടിച്ചു, ഭൗതിക നന്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി അന്നയിൽ നീ ആശ്രയിക്കരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ മനസ്സ് വയ്ക്കരുത് എന്ന് പറഞ്ഞു വാ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. അങ്ങനെ മനുഷ്യന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ, അലഞ്ഞു തിരികെ ചിലരെ പിടിച്ചിട്ട് ആത്മാവിനെ കഥ ഊതിട്ട് പറഞ്ഞു, നീ പോയി പ്രാർത്ഥിച്ചാൽ, നീ പോയി എന്റെ നാമം പ്രസ്താവിച്ചാൽ ഞാൻ എന്റെ ആത്മാവിനെ അവിടെ വയ്ക്കും. ആ ആത്മാവ് അവരുടെ വന്നു നിമിത്തമായി പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ഹലോ ഹലോ, ഇതിനാണ് യോഹന്നാൻ സാക്ഷ്യം പറയുന്നത്. യോഹന്നാൻ എന്താ സാക്ഷ്യം പറയുന്നത്? അപ്പോസ്തലപ്രവൃത്തി 1-2-3-4 വാക്യം പെട്ടെന്ന് വായിച്ചോ. 3-4 വായിക്കും. 3-4 അപ്പോസ്തലപ്രവൃത്തി 1-3-4. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ ഊതി ശിഷ്യന്മാരെ നിറച്ചാണ്. പക്ഷെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് ഏറെ നാൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന് ഒരു സ്നാനം ലഭിക്കാൻ പോവുകയാണ്. ഹലോ, മനസ്സിലാവുണ്ടോ? ഇതുകൊണ്ട് ചില ആളുകൾ പറയും തുള്ളിച്ചോണ്ട് അവിടെ പോയി എന്തൊരു ബഹളം അറിയാമോ, ഒരു തുള്ളലും ചാട്ടും
പിന്നെ ആത്മാവിനെ അകത്ത് കിട്ടിയ ചാടാൻ എന്ത് ചെയ്യണം? എടാ ഗൾഫിലൊക്കെ പോയിട്ട് വന്ന അമ്മയോ അപ്പനോ സഹോദരങ്ങളോ മക്കളോ മരുമക്കളോ ഉണ്ടെങ്കിലേ ഇവര് വരുമ്പോൾ പറഞ്ഞൊന്ന് കേൾക്കുമ്പോൾ ഇവിടെ തൊടുകയും ചാട്ടം പൊടികളും തലയ്ക്ക് ദിവസം 2 ദിവസം മുമ്പേ അവർക്ക് എന്തൊക്കെ കൊടുക്കാൻ വലിക്ക് വയ്ക്കുന്നു. പിന്നെ വീടെ കടിച്ചു മാറുന്നു. ഏത് കൊച്ചു കുടിൽ കിടന്നാലും ശരി എന്തൊക്കെയോ ശുദ്ധീകരണങ്ങൾ വരുത്തിയാണ് അല്ലേ? എന്തിനാ വരുത്തിയത്? അങ്ങനെയാണെങ്കിൽ രാജാവാത്മാവായി നിന്റെ അകത്തേക്ക് വരുമ്പോൾ സ്വന്തം നിന്റെ അകത്തിരിക്കുന്ന പാപവാസബന്ധനങ്ങളെല്ലാം അടിച്ചു മാറ്റിയിട്ട് അവൻ തന്റെ ആത്മാവിനാൽ നിന്നെ നിറയ്ക്കുമ്പോൾ നിനക്ക് അകത്തെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വരാത്തതായി മാറും. ഇതാണ് മനുഷ്യൻ തുള്ളുകയും ചാടുകയും ചെയ്യുന്നത്. ചിലർ പറയും ഇവിടെ ഇതൊരു തുള്ളല, ഇതൊന്തോ ബഹളമാ. സ്വന്തം ഹാരൻ ഞാൻ പറയും ഇതൊരു കൊണ്ടാട്ടമാണ്. ഇതിനാണ് സംഗീതകാരൻ പറഞ്ഞത്, ജയഘോഷമറിയുന്ന ജനത്തിന് ഭാഗ്യം, യഹോവേ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. ആത്മാവിനെ എന്തിനാ തന്നത്? അവന്റെ മുഖപ്രകാശത്തിൽ. എന്താണ് പറഞ്ഞത്? ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് മുഖപ്രകാശം നടക്കുന്നുണ്ട്. 89-ാം സങ്കീർത്തനം പരക്ഷമായി കൂടെ വായിക്കാമോ? 89-ാം സങ്കീർത്തനം 15-ാം വാക്യം. ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം, യഹോവേ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. ഈ ബഹളത്തിന് കാരണമുണ്ട്. ഈ സാന്നിധ്യത്തിന് പ്രത്യേകതയുണ്ട്. അവൻ ബഹളം വയ്ക്കുവാനൊരു കാരണമുണ്ട്. അവൻ യഹോവയെ അറിഞ്ഞവൻ. മനസ്സിലാകുന്നുണ്ടോ? ആ കൂട്ടം ആരാധിക്കും, അവർ സ്തുതിക്കും, ഉടനെ മഹത്വം കൊടുക്കും. കാളത്തിന്റെ ഉടയവനെയും ആഹാരം കൊടുക്കുന്ന മനുഷ്യനെ അറിയുന്ന എഴുതിയിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ജീവനും ശ്വാസവും തന്ന തമ്പുരാനെ ആരാധിക്കുമോ വേണ്ടേ? ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. ഒരു പാട്ട് ഞാൻ കേട്ടില്ലേ? കാൽമതിക്കും ദേശമെല്ലാം എൻ കർത്തയ്ക്ക് സ്വന്തമാകും. പരക്കെട്ടും പരക്കെട്ടും സിലുവായും ജയകൊടി. ഏഴുമ്പെട്ടും ഏഴുമ്പെട്ടും താൽപരിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും. കർത്തർക്ക് സ്വന്തമാകും. തന്മാക്കും ഭൂമിയെല്ലാം കൺവാണി കോടി പാർക്കും. പരക്കെട്ടും പരക്കെട്ടും സിലുവയിൽ ജയകൊടി. ഹല്ലേലൂയ. ഉയരട്ടും ഉയരട്ടും യേശുവിൻ പണിയാം. ഹല്ലേലൂയ. കാലക്കെട്ടും പരക്കെട്ടും സിലുവയിൽ ജയകൊടി. ഹല്ലേലൂയ. യേശുവിൻ നാമം. ഹല്ലേലൂയ. കർത്തർക്ക് സ്വന്തമാകും. കൺവാണി കോടി പാർക്കും. കർത്തർക്ക് സ്വന്തമാകും. കൺവാണി കോടി പാർക്കും. അഭിഷേകം ഇരിക്കുന്ന ദൈവമക്കൾ കാഴ്ച ദേശം ആത്മാവ് ചലിക്കുന്ന ദേശമായി മാറുന്നുണ്ടെങ്കിൽ നൂലാമാലയുടെ കെട്ടുകളെ അടി നൂലാമാലകൾ യേശുവിൻ മറിയം.
നോക്കുമേ, ആത്മാവ് വരിക എന്നതാണ് കാരണം. ആത്മാവ് വന്നാൽ ആത്മാവ് നടത്തും, സ്വഭാവം ജീവിതമെല്ലാം മാറും. അങ്ങനെ കഴുത, ഒരു മനുഷ്യന്റെ കഴുത കാണാതെ പോയി തന്റെ മകനോട് പറഞ്ഞു. കീശ് എന്ന അപ്പനാണ് കഴുത കാണാൻ നഷ്ടപ്പെട്ടത്. ആ അപ്പൻ മോനോട് പറഞ്ഞു, മക്കളെ കൂടെ കഴുതയെ കാണാനില്ല. കഴുതയെ തേടി ശൗൽ എന്ന മനുഷ്യൻ യാത്രയാണ്. 1 ശമൂവേൽ 10 സംഭവം. അതിന്റെ 6-ാം വാക്യത്തിലെത്തുമ്പോ ഇവൻ കഴുതയെ തേടി പോയവന്റെ മേൽ എന്ത് ചെയ്തറിയാമോ? ശമൂവേൽ എന്നൊരു പ്രവാചകനെ കണ്ട് ദൂത് കേട്ട് അവൻ കൈവച്ചു. ഇവൻ ആത്മാവിൽ നിറയപ്പെട്ടു. സ്തോത്രം. ഇവൻ പ്രവചിപ്പാൻ തുടങ്ങി. അവിടെ പറയുന്നത് ആൾമാറിയ വ്യക്തി ഒറ്റ പകലുണ്ട്. ആൾമാറിയ വ്യക്തിയാണ്. നീ എപ്പോ അഭിഷേകത്തിൽ നിറയുമോ നിന്റെ ജീവിതത്തിലെ എല്ലാ തരങ്ങളും മാറും. അതാ പ്രത്യേകത. വേണമെങ്കിൽ വായിച്ചോ. 1 ശമൂവേൽ 10:6. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടി പ്രവചിക്കും. ആൾമാറിയതുപോലെ ഇന്നലെ വരെ കണ്ടവരോ നിന്നെ കാണുമ്പോൾ അതിശയിക്കും. അതോ അഭിഷേകം എന്ന ജീവിതം മാറുകയോല്ലേ? ജീവിത അനുഭവങ്ങൾ മാറും, സാഹചര്യങ്ങൾ മാറും. നിന്നെ കാണുന്നവർക്ക് കേൾക്കുന്നവർക്കൊന്നും എന്തോ പ്രത്യേകത. ഇന്നലെ വരെ വസ്ത്രവും പിടിച്ച് താടിയിൽ വളർത്തി വ്യസനം പിടിച്ച് അവിടെ ഇവിടെ കമലയൊന്നും ജീവിതാനുഭവം. വീട്ടിനകത്ത് സ്വസ്ഥതയില്ലാതെ മണിക്കൂറുകൾ കാലൊരു അങ്ങോട്ട് കറങ്ങി നടന്ന് തള്ളിക്കേറി വീട്ടിൽ ചെന്ന് സമയം പോകുന്ന ആരോ ഇത് ഞാൻ കണ്ട്. ഇന്ന് പകരവരെ സ്വന്തമാക്കാൻ പോവുക. ഇന്ന് പകരം സ്വന്തമാക്കാൻ പോവുക. അവന്റെ മേൽ ആത്മാവ് വീഴും. അഭിഷേകം ആക്കിരി ചലിക്കപ്പെടും. ജീവിത സാഹചര്യങ്ങൾ മാറും. നിന്റെ വ്യസനം നീങ്ങിപ്പോകും. നിന്റെ വ്യാകുലം മാറിപ്പോകും. നിന്റെ തളർത്തിയ ദുരാത്മാവിന്റെ പദ്ധതികൾ ഇന്ന് പകൽ കണ്ടറിയും. അഭിഷേകത്തിന്റെ ആക്കിരി എല്ലാ മുഖത്തെയും തകർക്കുന്നതോ. അതുകൊണ്ട് അവന്റെ മുഖത്തെ തകർക്കുന്ന അഭിഷേകമെന്ന് മുഖത്തെ തകർക്കുന്ന അഭിഷേകമുള്ളതോ അത് ചലിക്കുന്നുണ്ടോ? ആരുടെയൊക്കെ കെട്ടുകളെ അഴിക്കുന്നുണ്ടോ? അന്യായ ബന്ധനങ്ങളൊക്കെ ഉണക്കുന്നുണ്ടോ? പോരാട്ടങ്ങളെ ഉണച്ചിട്ടോ? ജീവിതത്തിൽ ഉറച്ച വേദനയിൽ, നിരാശപ്പെടുത്തിയ വേദനകളിൽ, കഴിച്ച വേദനകളിൽ, നഷ്ടം വരുത്തിയ വേദനകളിൽ, ഈ ഉടഞ്ഞുപോയ വേദനകളിൽ ആത്മാവിന്റെ തീരായി പിടിക്കുക. നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ശുദ്ധീകരിക്കുന്ന ആത്മാവിന്റെ തീരാവുന്ന പക്ഷെ അവൻ മടങ്ങി വരുമ്പോൾ അപ്പൻ ചോദിച്ചു, മക്കളെ എന്താടാ വൈകിയത്? അത് കഴുതയെ തേടി പോയതല്ലേ അപ്പ? അതെ മക്കളെ. എന്താടാ? അത് കഴുതയെ കണ്ടു കിട്ടിയെന്ന് തിട്ടമായി പറഞ്ഞു. കഴുതയെ കുറിച്ചുള്ള ചിന്തമില്ല. അപ്പ ഇപ്പൊ നിന്നെ കുറിച്ച് ആ സ്വർഗത്തിൽ അപ്പൻ എന്നെ കുറിച്ച് ചിന്തിക്കുകയപ്പോ. നിങ്ങളവരെ അഭിഷേകം ഈ പ്രാപിക്കുന്ന ഒരു ചിന്തയില്ലായിരുന്നു. അഭിഷേകം പ്രാപിച്ച മകനെന്ന ഭാവിയിലേക്ക് തിരിഞ്ഞു. എന്നെ കുറിച്ചാണ് ചിന്ത. നിന്നെ ഒന്ന് വളർത്തണമെന്ന്, നിന്നിച്ച് നിന്നെ ഉയർത്തണമെന്ന്, തലമുടിയപ്പോൾ നിന്നെ ഒന്ന് മാനിക്കണമെന്ന്, നിന്ന് രണ്ട് ഇടത്ത് നിന്നെ ഒന്ന് സ്നേഹിച്ച് ആദരിക്കണമെന്ന്. ചിലരെയൊക്കെ കർത്താവ് മാനിക്കാൻ പോവുകയാണ്. ചിലരെ അവൻ ആദരിക്കാൻ പോവുകയാണ്. ചിലരെ അവൻ രക്ഷിക്കുവാൻ പോവുകയാണ്. രക്ഷിപ്പാൻ കഴിയാതെ എന്റെ ഫലം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ എന്റെ ചെവി മന്ദമായിട്ടുള്ള കർത്താവ് ചിലരെ ആദരിക്കുവാൻ പോവുകയാണ്. ചിലരെ സ്നേഹിക്കുവാൻ പോവുകയാണ്. നന്ദങ്ങൾ പറയുന്നത് പോവുകയാണ്. അഭിഷേകത്തിലും നീ ആത്മാവിൽ നിറയപ്പെടും. നീ അഭിഷേക ശരീരം, അഭിഷേക സാന്നിധ്യത്താൽ നിറയപ്പെട്ട
ഇവന്റെ ഉണ്ടെങ്കിൽ അവൻ കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അവൻ കരയുന്നുണ്ടെങ്കിൽ ആത്മഭാരത്തോടെ ഏതൊക്കെയോ വിഷയങ്ങൾക്ക് വേണ്ടി ആർക്കൊക്കെയോ തകർന്നുപോയ താരലുകൾ ഉടഞ്ഞതുപോലെ ആണാകട്ടെ, പെണ്ണാകട്ടെ, അമ്മയാകട്ടെ, അപ്പനാകട്ടെ, ആ വ്യക്തി പ്രാർത്ഥനയിൽ കരയും. എന്തിനറിയാമോ? എന്നെ രക്ഷിച്ച ദൈവമേ, അവർ കൂടി രക്ഷണമേ, ആ ദേശത്ത് ഉടനേക്കണമേ, ആ കുടുംബത്തെ ആദരിക്കണമേ, ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. 1 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കുമോ? 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യം. 1 ശമൂവേൽ 16, 13, 16 നേരത്തെ വായിച്ചത്. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. ഇവിടെ വനാന്തരത്തിൽ ആട് മേയിച്ചു നടന്ന ഒരു ദാവീദാണ്. ഇശ്ശായിയുടെ 8ാമത്തെ പുത്രനാണ്. ചില പറയട്ടെ 8 കോട്ടം കെട്ടവാണെന്ന്. ഈ വീട്ടുകാരും നാട്ടുകാരും തള്ളിക്കളഞ്ഞ ചില പിള്ളേർക്ക് ഇത്തിരി ബുദ്ധി ഒതുക്കി. മനസ്സിലായില്ല? ഞാൻ അങ്ങനെ കാണുന്നത്. തള്ളിക്കളഞ്ഞ അപ്പനും അമ്മയും ഒന്നും ഞാൻ കുറ്റം പറയത്തില്ല. സ്വന്തം അങ്ങനെ തള്ളുന്നെങ്കിൽ ആ പിള്ളേരെ ബുദ്ധി ഒതുക്കി. അതെന്താ സാറേ ബുദ്ധി ഒതുക്കുന്ന കാരണം? അതങ്ങനെയാണ്. കാരണം ആരുമില്ല, അവൻ കരയും. അനാഥനല്ല ഞാൻ, ആശ്രയനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ, പരദേശിയാണ്. ഇവരെ ആടുകൊണ്ട് വനവാസത്തിന് വരികയാണ്. അപ്പന്റെ ആട് മേച്ച് വലുതാക്കി ചേട്ടന്മാർക്ക് തിന്നാൻ വേണ്ടി പൈസ കൊണ്ടുവരണം. മനസ്സിലായോ? ഇതെല്ലാം കൂടി ഓർത്തപ്പോ അറിയാതെ കരഞ്ഞുപോയി. ആര്? ദാവീദ് എന്ന കൊച്ചു പവിഴമുള്ള ചെറുക്കൻ. പലപ്പോഴും പവിഴമുള്ള നിറമുള്ള തന്റെ ശരീരം ചൂടടിച്ച് വേദനിക്കുവാൻ തുടങ്ങി. 27-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. ചില പിള്ളേർക്ക് അപ്പനാ ബുദ്ധി ഉദിക്കുന്നേ. എന്ത് 7 മക്കളെ ഉപേക്ഷിക്കാത്ത 7 രാജാവിന് കൊടുത്തു. അവരെ പഠിപ്പിച്ചു, സൈന്യത്തിലാക്കി. കഥ പറയുന്നത് യുദ്ധക്കളത്തിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യുവാൻ, അധ്വാനിപ്പാൻ, രാജ്യത്തെ സംരക്ഷിപ്പാൻ ഇവരെല്ലാം കൊടുത്തു. പക്ഷെ ഒരുത്തനെ ആട് മേയ്ക്കാൻ പറ്റും. അവനിപ്പോ ആട് മേച്ചു നടക്കുക. പക്ഷേ ഒരു ദിവസം ശമൂവേലിനോട് പറഞ്ഞു, ശമൂവേലേ, നീ ഇശ്ശായിയുടെ വീട്ടിലേക്ക് പോകണം. അവിടെ ഞാൻ ഒരുവനെ രാജാവായി കണ്ടിട്ടുണ്ട്. ശൗൽ രാജാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇനി ഒരുവനെ രാജാവായി അഭിഷേകം ചെയ്താൽ എന്റെ തല പോകും. നീ ഒരു ആട്ടുകുട്ടിയെ കൊണ്ടുവയ്ക്കോ? അവിടെ ചെന്ന് പറഞ്ഞ യാഗം കഴിക്കാൻ വന്നിരിക്കുകയാണ്. യാഗത്തിന് വേണ്ടി എല്ലാവരും ക്ഷണിക്ക്. അങ്ങനെ ഇശ്ശായിയുടെ മക്കളെ എല്ലാം ക്ഷണിച്ചു. അപ്പോൾ ശമൂവേൽ വിചാരിച്ചു, ശരിയായിരിക്കും, ഇശ്ശായിക്ക് 7 പുത്രന്മാരേ ഉള്ളൂ. 7 മൂത്തവൻ തുടങ്ങി താഴോട്ട് ഓരോരുത്തരും ഈ യാഗം സ്വർഗത്തിലെ അപ്പന് യാഗത്തെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ അഭിഷേക യോഗത്തിന് വേണ്ടി കൊമ്പിലെടുത്ത അഭിഷേക തലവുമായി ദാവീദ് ആരുടെ തലവേദന ഒഴിച്ചിട്ട് തിരിച്ചു പോകണമെന്ന അനുഭവത്തിൽ ശമൂവേൽ നിൽക്കുമ്പോ ദാവീദ് കൂടെ വന്നിട്ട് കൂടിയില്ല. അങ്ങനെ മൂത്തവൻ തുടങ്ങി ഇളയവന്മാരെ കടന്നുപോയി. അറിയാതെ ശമൂവേൽ ചോദിച്ചു, ഇനി നിനക്ക് മക്കളില്ലേ? ഉണ്ട്. ചിലർക്ക് അപ്പോഴേ ഓർത്തുണ്ട്. ആരെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴാണ് മറന്നുപോയല്ലേ, കാര്യം കളഞ്ഞില്ലേ അപ്പോഴേ എപ്പോഴേ. ഈ ചില പിള്ളേർ പറയുന്നു, മറ്റൊരു വീട്ടിൽ പോകും, എന്റെ വീട്ടിൽ മാത്രമല്ല അപ്പോഴൊക്കെ വേണ്ടത്, നിന്നെ മറന്നതാണ്. സാരമില്ല, അല്പസമയത്തേക്ക് മറന്നെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, പക്ഷെ നിന്റെ സ്വർഗം മാറത്തില്ല. എവിടെ ഒരു കുഴപ്പമുണ്ട്, പരിശുദ്ധാത്മാവ് ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് വന്ന് ഈ വചനത്തിനകത്തേക്ക് വച്ചത് അതുകൊണ്ടാണ്. മറ്റുള്ളവരെ ചെന്ന് കാണും, കാരണം അവരൊക്കെ നല്ല വീടൊക്കെ ഉണ്ടാകാം, ഇച്ചിരി പണമൊക്കെ ഉണ്ടല്ലോ, മനസ്സിലാവുന്നത് ചെറിയ തോന്നുന്ന കണക്കിലമ്മേ. ഇതുപോലെ ഇവൻ തിന്നോന്ന് കുടിക്കാനുമുണ്ട്, കുടിച്ചോന്ന് അന്വേഷിക്കാനുമില്ല. ഇവന്റെ കാര്യം ഒന്നും അപ്പഴേ സമയമില്ല. അതുകൊണ്ട് അറിയാത്ത വേദന കൊണ്ട് പറഞ്ഞുപോയി. 27-ാം സംഘം 10-ാം വാക്യത്തിൽ അപ്പനും അമ്മയെ ഉപേക്ഷിച്ചു, യഹോവയുണ്ട്. കാരണം അവന് അതാ പറഞ്ഞ ചിലപ്പോഴേക്ക് ബുദ്ധിമുട്ടിക്കൊണ്ട് ഇവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന പാട്ടിലേക്ക് എത്തി. അവൻ സാധുകൾ വയ്ക്കുമ്പോഴും ഇവന്റെ ദുഃഖമല്ല മാറുന്നത്, ഇവൻ ദൈവത്തിന് വേണ്ടി പാടിയിട്ടാണ്,
ദുഃഖമുള്ളവരെ നിങ്ങൾ പാടിയാൽ മതി, വ്യസനം പോകും. ദുഃഖമുള്ളവരെ യഹോവയ്ക്ക് വേണ്ടി യഹോവയുടെ ആത്മാവിനെ നിങ്ങളെ മേൽ വെച്ചിരിക്കുന്നത് അവനെ പാടുവാനും പുകഴ്ത്തുവാനും ആരാധിപ്പാനുമാണ്. അതല്ലേ പിള്ളേര് പാട്ടുപാടി വ്യസനം പിടിച്ചു വരും, പാടി ആരാധിച്ച് ബലപ്പെട്ടിട്ട് ജീവിച്ച് സന്തോഷമാണ്. എന്തൊക്കെയോ കിട്ടിയതുപോലെ എന്തെങ്കിലും കിട്ടിയ പിള്ളേരെ ചോദിക്കും. അങ്ങനെ ഭൗതികമായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമല്ല, പക്ഷെ അകത്ത് ഭയങ്കര ഒരു സന്തോഷം, ജീവിതത്തിൽ വലിയൊരു സമാധാനം, എന്തോ കിട്ടിയതുപോലെ ഒരു തോന്നല്, ഭയങ്കര ഭാരമായിട്ട് വന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു എന്താ സംഭവിച്ചത്, ആ അഭിഷേകം വന്നു കഴിഞ്ഞു, ഇപ്പൊ എന്റെ വെയിറ്റൊക്കെ മാറി, ഒരു വെയിറ്റ് ഇല്ലാത്തൊരു ശരീരം പോലെയായി. അതെ, നീ ചിന്തിച്ചു കൂടിയ ഭാരം നിന്റെ ശരീരത്തിൽ വെയിറ്റ് ആക്കിയെങ്കിൽ, മനോവസ്ഥ നിന്റെ ശരീരത്തിൽ വെയിറ്റ് ആക്കിയെങ്കിൽ, സ്വഭാവ രോഗത്തിലും ഭാരത്തിലും കൊണ്ടുപോകാൻ കാരണമായിരുന്ന ഈ പോരാട്ടത്തെ തകർക്കുന്ന അഭിഷേകം മനസ്സിലായില്ലേ? ഈ ദാവീദിനെ അങ്ങനെ വരുത്താനാണ്. ദൂരെ നിന്നപ്പോഴേ ആത്മാവ് ശമോട് പറയണ്ട, അവനാ രാജാവ്. ആരും വെച്ച് നാറ്റം പിടിച്ച് കുളിക്കാത്തവന രാജാവ്. ഇവിടത്തെ ആളുകളൊക്കെ ഇച്ചിരി വൃത്തിയും വെടുപ്പും ഇച്ചിരി പണവും ചാച്ചസും പിന്നാലെ മോന എന്നൊക്കെ പറഞ്ഞ് ഗമയോടെ നിൽക്കുന്നവർ നോക്ക്. അവനെ വിളിച്ച് കായ് ഏൽപ്പിച്ചാൽ അവൻ എല്ലാം ചെയ്യും. പള്ളിക്കകത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴല്ലേ നമ്മുടെ പള്ളിയിൽ തെരഞ്ഞെടുപ്പില്ലാത്ത സ്വന്തം, അതുകൊണ്ടൊന്നും വയ്ക്കാത്ത കമ്മച്ചും വിളിയും എനിക്കറിയാം. മനസ്സിലായോ നിനക്ക്? അവരെയൊക്കെ നോക്കിയിട്ട് കാര്യം ഏൽപ്പിക്കും. നീ ഒന്നും നോക്കരുത്. നീ നോക്കേണ്ടത് അവന്റെ ദൈവത്തെ ആരാധിക്കുന്ന ജീവിതമുണ്ടോ, ഇവൻ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവനോ നോക്കണം. മക്കൾ കെട്ടിച്ചാലൊക്കെ നോക്കുന്നോ? വരുന്ന ചെറുക്കൻ ദൈവത്തെ ആരാധിക്കുന്ന നോക്കി അയച്ചു കഴിഞ്ഞാൽ ആ കുടുംബം ഇതുപോലെ പരാജയപ്പെട്ടില്ല. മനസ്സിലായോ? ഒരു കാര്യം ഏൽപ്പിക്കുന്ന താഴെ നോക്കേണ്ടത് അവന് ചെയ്യും പണികൾ നോക്കാം. കുഴപ്പമൊന്നുമില്ല, വെച്ച് വെള്ളമണിയേ ഉള്ളൂ, ആദ്യ സമയം ശരിയായോ. പിന്നെ അവൻ ശരിയാവുന്നേ നാഗരികത്തോടെ ഇരിക്കുമ്പോ ആളുകളങ്ങനെ പറഞ്ഞേ. ഇതൊക്കെ വെള്ളം കെട്ടിയൊക്കെ മാറുക കൂടെ ഉള്ളൂ. അപൂർവ ചെലവേ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ദൈവം പിടിക്കണം, അല്ലെങ്കിൽ വരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ പറയും, നേരത്തെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കണം. ഇത് രക്ഷിക്കാൻ പറഞ്ഞ പറയാൻ ഇടയില്ലാപ്പണ കൂടരുത്. ഇടയില്ലാപ്പണ യേശുവാരിലും ഉന്നതനാമൻ ആത്മസഖാവനേ തായ്മറയ്ക്കാമെങ്കിലും എന്നെ മറക്കാ സ്നേഹിതരേ. എന്നെ കൈവെടിഞ്ഞാലും യേശുനാഥൻ അരികിൽ കാണും. തീരും ജാതി മാറി പ്രവാചകൻ 1 ശമൂവേൽ 16:13 തൈലപാത്രമെടുത്ത് പന്തലെ ഒഴിച്ച് അഭിഷേകം പറഞ്ഞു, ഇന്ന് മുതൽ നീയാണ് ഇസ്രായേലിന്റെ രാജാവ്. അഭിഷേകം വന്ന ഒരു ദിവസം കൊണ്ട് രാജാവ്. നേരത്തെ ശൗലും ഒറ്റ ദിവസം കൊണ്ട് അഭിഷേകം ഒന്ന് പ്രവചിച്ചു. അല്പം കഴിയുമ്പോൾ അവന്റെ വീട്ടിലേക്ക് വരികയാണ് ശമൂവേൽ. ഇവനെ പിടിച്ചിറങ്ങി രാജാവാക്കുകയാണ്. അവൻ അവിശ്വസ്തനായി തീർന്നപ്പോ ഇതാ ബൈബിൾ പറഞ്ഞത്, മനുഷ്യൻ അവിശ്വസ്തനായി തീർന്നാലും ദൈവം വിശ്വസ്തനായി മാറ്റുന്നു. അടുത്തൊരുവനെ തേടിപ്പോയി, കുഞ്ഞേ നിന്റെ അഭിഷേകം ആ പ്രവൃത്തി നഷ്ടപ്പെടും. നിനക്കൊരു കുഴപ്പം വരത്തില്ല, പ്രവൃത്തി നഷ്ടപ്പെടും. പിന്നെ പണക്കം, ക്രോധം, ശാഠ്യം, ജാരശക്തി ഇതൊക്കെ വരും. ഇതെല്ലാം ശൗലിന്റെ രാജാവിന് വന്നു. ദാവീദിനെ എത്ര വർഷമെന്നറിയാമോ കൊല്ലാൻ ശ്രമിച്ചത്? കണ്ടോ? അഭിഷേകം ഇല്ലാത്തവർ കൊല്ലാൻ ശ്രമിക്കും. അഭിഷേകമുള്ളവർ പറയും, ഞാൻ അഭിഷേകം എന്ന ദൈവത്തെ അവനെ കൊല്ലണ പരിപാടിയില്ല, സ്നേഹിപ്പാനാണ് പഠിപ്പിച്ചത്. അതല്ലേ ക്രിസ്ത്യാനിയുടെ തല്ലാനും കൊല്ലാനും പോകാതെ
പിന്നെ അപൂർവ ചെറിയ എഴുത്തുകാട്ടൊക്കെ ഉണ്ട്, അതകത്ത് നീയില്ലാത്തോണ്ടാ. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഈ ആത്മാവ് അകത്ത് വസിക്കാത്തോണ്ടാ. മനസ്സിലായി? ആത്മാവ് വസിച്ച് ചാടത്തില്ല, ചാടാൻ പറ്റത്തില്ല. ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ നോക്കിയാണേ, ആളെന്താ പറഞ്ഞേ? അപ്പനമ്മയെ അപേക്ഷിച്ചു. ഇപ്പൊ ആരൊക്കെ മാറിയിരിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഇവൻ എന്താ യോഗ്യത? ആടുകളെ മേച്ചതാണ് യോഗ്യത അല്ലേ? ആടുകളെ മേയ്ക്കുന്നവൻ ആത്മാക്കളെ മേയ്ക്കാൻ അറിയാം. ഇതിനാ ഞാൻ പറഞ്ഞേ, പെറ്റ് വളർത്തി കുഞ്ഞുങ്ങളെ വളർത്തി അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ കണ്ടില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സറിയണമെങ്കിൽ കുഞ്ഞുങ്ങളെ മുമ്പ് പെറ്റ് വളർത്തിയ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനുള്ള സമയം കിട്ടണം. അത് കിട്ടിയതിനു ശേഷം ആ കുഞ്ഞിന്റെ കയ്യിൽ രണ്ട് പിള്ളേരെ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവർ നന്നാ നോക്കും. സ്വന്തം മക്കളെ പോലെ നോക്കും. എങ്കിലും നോക്കാത്ത കരുണയില്ലാത്ത അഭിഷേകം പോലെ നോക്ക്. അഭിഷേകം ഉണ്ടെങ്കിൽ നമ്മ നോക്കും. ഞാൻ മിണ്ടുന്നില്ല. എന്തൊക്കെ കാണും? സ്വന്തം എന്തൊക്കെ കാണും? എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ഇനി പോകുന്നുണ്ട്. കീഴങ്ങളെല്ലാം പോട്ടെ എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ 49:15 സ്ത്രീ എന്ന കുഞ്ഞിനെ മറക്കുമോ? പ്രസവിച്ച കുഞ്ഞിനോട് കടന്നുവരിക്കുമോ? അവർ മറന്നില്ല. യേശുവിന്റെ സ്നേഹവും അഭിഷേകവും അകത്തുണ്ടെങ്കിൽ ഞാൻ പറയും, അപ്പനായി കാണാൻ മക്കൾക്ക് പറ്റത്തില്ല, അമ്മയായി കാണാൻ മക്കൾക്ക് പറ്റത്തില്ല. ഇനി അമ്മയാണെങ്കിൽ എന്താ ഇന്നെന്തൊക്കെ നടന്നുകൊണ്ടിരിക്കണേ? അപ്പൻ മക്കളെ കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു. അമ്മ അടുത്ത മോഹം പിടിച്ചിട്ട് പിന്നെ അപ്പനെ കൊന്നിട്ട് വേറെ അപ്പന്മാരെ തേടുന്നു. ഇതൊക്കെ നടക്കുന്നേ. ഇത് അഭിഷേകം എടുക്കണം. അഭിഷേകം എന്ന് പറയുന്നത് ശരിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭരണകൂടം നമ്മുടെ സഭകളിലൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു, ഈ ഭരണകർത്താക്കന്മാർ എന്തെങ്കിലും അഭിഷേകം പ്രാപിക്കാൻ പറഞ്ഞു പ്രശ്നം തീർന്നേ. ഞാൻ തമാശ കഥ പറയല്ല. ഞാൻ ഇതൊക്കെ ഭാവനയെ കാണുന്നത്. എല്ലാവരും സമാധാനം ഉണ്ടാവുന്നല്ലോ. മനുഷ്യരുടെ സമാധാനമാണല്ലോ. അവർ സമാധാനം കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. മനുഷ്യ രക്ഷിപ്പാൻ പിതാവ് അതുകൊണ്ടാണ് അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു. ഈ സമാധാനത്തിന്റെ പ്രഭുവായ യേശു ക്രൂശിൽ മരിച്ചത് അവൻ മതസ്ഥാപനമല്ല. മനുഷ്യനെ ഒന്നാക്കുവാൻ, മനുഷ്യന് സ്വസ്ഥം കൊടുക്കുവാൻ, മനുഷ്യന് ആശ്വാസം കൊടുക്കുവാൻ, മനുഷ്യന് നന്മ വരുവാൻ വേണ്ടി സമാധാനവുമായി ഇറങ്ങി വന്ന സമാധാന പ്രഭു സ്വന്തം ശരീരത്തെ കാലിന്റെ കൊലത്തിൽ പകർത്തുമ്പോഴും പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നറിയായി വന്നോ, ഇവരോട് ക്ഷമിക്കണമെന്ന് ഭൂമിയിൽ കണ്ടിട്ടില്ല. അവർക്ക് വന്ന് മനുഷ്യൻ അത് ചെയ്ത ഇത് ചെയ്ത അത് വരാൻ പറഞ്ഞു വാഗ്ദത്തം തന്ന് കടന്നുപോയി. അവനവന്റെ കുടുംബത്തെ നോക്കുമ്പോ സ്വന്തം ജീവനെ തകർത്തിട്ട് ജീവനെ മറവിലയായി കൊടുത്തു, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരുവനേ ഉള്ളൂ. അത് കാൽവരിയിൽ തകർക്കപ്പെട്ട ഞാൻ പ്രസംഗിക്കുന്ന യേശു എന്ന് ഞാൻ പറയും. ആ യേശു വിശ്വസിക്കുന്ന ആരും ശിക്ഷയിൽ പോകുന്നില്ല. അവൻ രക്ഷപ്പെടുന്നില്ല. ആ യേശു പറഞ്ഞത് നിങ്ങൾ അകത്ത് വന്നിട്ട് മേച്ചിടേണ്ടത് ഞാൻ വാതില, ഞാൻ ആടുകളുടെ വാതില, ആടുകളുടെ ഇടയനാണ്. ഞാൻ വാതിൽ നിന്ന് അവർക്ക് വാതിൽ തുറന്നു കൊടുക്കും. അവൻ അകത്ത് വരും, പുറത്തു വരും, മേച്ചിൽ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ അവനൊരു സമൃദ്ധിയുണ്ട്. ദാവീദേ ആട് മേച്ചാണെന്നേ നീ. ഞാൻ എന്നെ ഏൽപ്പിച്ച ആടുകളെ വിശ്വസ്തയോട് കാത്തു. കാര്യം വന്നപ്പോ സിംഹം വന്നപ്പോ കൊല്ലാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ എന്റെ അപ്പൻ കണ്ടില്ല, എന്റെ അമ്മ കണ്ടില്ല. പക്ഷെ സ്വർഗത്തിലെ അപ്പൻ കണ്ടു എന്റെ വിശ്വസന. അവൻ പറഞ്ഞു, മക്കളെ എന്നെ ഞാൻ രാജ്യമാണ് ഏൽപ്പിക്കാം. കണ്ടു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിലെ സഭയെ ആരാണ് ഏൽപ്പിച്ചത്? യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരാം. 20-ലേക്ക് വരാം. ആദ്യം ശരിയാകത്തുള്ളൂ. 20 യോഹന്നാൻ 20:20 പെട്ടെന്ന് വായിച്ചോ. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപവും ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു കയ്യും വിലാപവും അവനെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. മനസ്സിലായോ? അതാണ് അവർ യേശു വന്നത് സമാധാനം തരാനാണ്, സന്തോഷം തരാനാണ്. മീൻ പിടിച്ചു വാങ്ങാൻ വേദന പിടിച്ചോണ്ട് വന്നിട്ട് കുറേ ചൊക്കെ പഠിപ്പിച്ചു
പഠിപ്പിച്ച് നിങ്ങളൊക്കെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ ക്രിസ്ത്യാനി വിളിച്ചു അല്ലേ? എല്ലാവരും വിളിച്ചോട്ടെ. പക്ഷെ അവർക്ക് ഹാലലിയ സ്വന്തം ലോകക്കാർ പറഞ്ഞ കാര്യങ്ങളാണ്. ഇരുട്ട് അറിയണ്ടായിരിക്കും. കാരണം അവർക്ക് ഇരുട്ടിരിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അവരെ ഇരുട്ട് മാറാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതെന്നെ പറഞ്ഞ് വെളിച്ചം വരാൻ പ്രാർത്ഥിക്കൊരു അവസരം ഒരുക്കുകയും എത്രയോ ചക്രവർത്തിമാർ, എത്രയോ രാജാക്കന്മാർ അവരെ രാജ്യത്തെ യേശുവിനായി കൊടുത്തവർ ഒരുമിച്ചു. അതുപോലെ ഈ കാലഘട്ടത്തിൽ ഭരണകൂടങ്ങളും അങ്ങനെയുള്ള സംവിധാനങ്ങളും കൊണ്ടുപോകുമെങ്കിൽ കണ്ടുപിടുത്ത ലോകത്തിൽ ഉച്ചകോടിയിലെത്തിയ മനുഷ്യൻ. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ എഴുന്നേറ്റു. അവർ കാലകളെയും കാലഗതികളെയും കണ്ടു. കാറ്റിനെ നോക്കി ഗതി, മഴ എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. കടലിനെ നോക്കിയിട്ട് ഗതി എന്ത് മാറണമെന്ന് പറഞ്ഞു. മഴയുടെ ചലനങ്ങൾ മനസ്സിലാക്കിയിട്ട് ഭൂകമ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. ഭൂമിയിൽ അടിഞ്ഞ ഭൂഗർഭവളം ഉണ്ടാകുമെന്ന് കൽപ്പിച്ചു. ഇങ്ങനെ പലതും അവർ പറഞ്ഞു. പക്ഷേ മനുഷ്യന്റെ ഉദരത്തിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടു. അവരിന്നും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ പക്ഷെ അവർക്ക് ഇന്നും അവരോട് ചോദിച്ചാൽ പറഞ്ഞൊരു പദമുണ്ട്, അസ്ഥി എങ്ങനെ ഉരുവാകുന്നു എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതിനാണ് ബൈബിൾ പറഞ്ഞത് ഭയങ്കരവും അതിശയമായി അവൻ എന്നെ മടങ്ങിയിരിക്കുന്നു. പലതും മനസ്സിലായോ? ഈ ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ വിളഞ്ഞ മനുഷ്യൻ ഇതാ ചിലർ ദരിദ്രരായും, ചിലർ കഷ്ടപ്പെട്ടും, ചിലർ വേദനിച്ചും, ചിലർ ആരും മാനിക്കാൻ സ്നേഹിക്കാറില്ല കടന്നു പോകുന്ന ലോകത്തിൽ. അവരെ ആ സ്നേഹമില്ലാതെ സ്നേഹം കൊടുക്കുവാൻ യേശു കടൽ തീരത്തിലേക്ക് എത്തി. അങ്ങനെ പിടിച്ചോണ്ട് വന്നതാ. പക്ഷെ ഗുരു ഇല്ലാതെ പോയപ്പോ, ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോ ഈ ശിഷ്യന്മാർ വീണ്ടും വിളിക്കാൻ പോയി. ശരിയല്ലേ? അവിടേക്ക് വീണ്ടും പോയി. അവർക്ക് ആഹാരം കിട്ടുവാണ്. വാ, അവരോട് 3 ചോദ്യം ചോദിച്ചു. നിങ്ങൾ ആ മറ്റു പോയിക്കോട്ടെ. അദ്ദേഹത്തെ മുമ്പ് നോക്കിയാണ്. അവൻ ആദ്യം ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എനിക്ക് പ്രിയമുണ്ട്. അപ്പോഴും കർത്താവ് ഒരു കാര്യം ഏൽപ്പിച്ചു. രണ്ടാമത് ചോദിച്ചു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. നിന്നെ സ്നേഹിക്കുന്നുവോ? നിങ്ങൾക്ക് അധികമായി? അപ്പോഴും പത്രോസ് പറഞ്ഞു, പ്രിയമുണ്ട്. അപ്പോഴും ഒരു കാര്യം ഏൽപ്പിച്ചു. മൂന്നാമത് ചോദിച്ചു, ഇവരെല്ലാം നിനക്കൊള്ളതെല്ലാം അധികമായി സ്തോത്രം, നീ പറഞ്ഞ പ്രിയനുണ്ടോ? നീ സകലവും അറിയുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നെ ആടുകളെ മേയ്ക്കാം. കണ്ടോ നിങ്ങൾ വാക്യം? കണ്ടില്ലേ? കണ്ടോ? ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആത്മാവിനെ ഊതുന്നത്. ശരിയല്ലേ? ഒന്നുമില്ല, ചെറിയ എന്തോ എനിക്ക് തോന്നിയാണ്. അവരെ ആത്മാവിനെ 28 എനിക്ക് അതിലേക്ക് സമയമായിപ്പോ എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് അവരെ എല്ലാം ഏൽപ്പിച്ച് അവരെ പുറത്തുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാവ് എന്നെ ലോകത്തിൽ അയച്ചതുപോലെ ഇനി ആരെയൊക്കെയാണ് നേരത്തെ ദാവീദിനെ കണ്ടു ഇസ്രായേൽ ഭരിക്കാനാക്കി വെച്ചത്, അഭിഷേകം കൊടുത്തിട്ട് ഇവിടെ ശിഷ്യന്മാരെ ഊതി അഭിഷേകത്തിൽ നിറച്ചു പറയുന്നത്, എന്റെ ജനത്തെ നിങ്ങൾ പോയി, ഞാൻ ക്രൂശിൽ മരിച്ചുയർത്തേക്ക് വന്നത് മനുഷ്യനെ തകർക്കുവാനല്ല, മനുഷ്യന് സ്നേഹവും സമാധാനവും സന്തോഷവും പ്രത്യാശയും ആനന്ദവും കൊടുത്ത് നേരത്തെ ഉൽപ്പത്തി 2 കണ്ടു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ജീവശ്വാസം ഊതിയെന്ന ഇവരെയും ആത്മാക്കളെ രക്ഷിക്കുവാൻ ആത്മാവിനെ ഊതി അയച്ചിട്ട് സ്വർഗം പറയുകയാണ്, ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ പോയി എന്ത് ചെയ്യണം? സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. രക്ഷിക്കപ്പെടുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവൻ വചനം കേട്ട രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന് ഉയർത്തണമെന്ന് അവരോട് തിരിക്കും. അവർ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് അവർക്ക് അധികാരങ്ങളെ കൊടുത്തു. പ്രിയ ദൈവവേദനെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം ഈ അധികാരം എനിക്ക് വേണം. ആരും ഈ അധികാരം എനിക്ക് വേണം. ഈ ആധികൾ മാറുന്ന, ബന്ധനങ്ങൾ അടിയുന്ന, കെട്ടുകളെ പൊട്ടിക്കുന്ന, മുഖത്തെ തകർക്കുന്ന ഈ അഭിഷേകം എനിക്ക് വേണം കർത്താവേ. നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കുന്നവന് സിമ്പിളായി ചെയ്യാൻ കഴിയും. ആരെ വിശ്വസിക്കണം? യേശു വിശ്വസിക്കണം. മാർക്കോസ് 16, 15, 16, 17 മറ്റൊരു മാർഗദർശനമില്ല. പാപം ക്ഷമിക്കപ്പെട്ട, പാപത്തിന് കഴുകൽ പ്രാപിച്ച്, വീണ്ടും ജനം പ്രാപിച്ച്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിക്ക് ഇത് ചെയ്യാം എന്ന് ഞാൻ പറയും. വിശ്വസിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്തിനാ രക്ഷിക്കപ്പെട്ട? ഈ ലോകത്തിന്റെ ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ എല്ലാം ഈ മനുഷ്യൻ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്.
ഈ ലോകത്തിൽ നല്ലനേരത്തിലുള്ള മുഖങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എവിടെ നിന്നൊക്കെ എന്തൊക്കെ പൊങ്ങിയാലും അതെല്ലാം അടിക്കാം. ഞാൻ കഴിച്ചു പറഞ്ഞ വലിയോട് പറയാം, ഗിദിയോനെ 2 പുതിയ കയറുകൊണ്ട് കിട്ടി. ഗിദിയോനെ ഒരൊറ്റ വിളി, അഭിഷേകം കിട്ടണമെങ്കിൽ ചാണകവിളിയിൽ പോയി. മനസ്സിലാവുണ്ടോ? അഭിഷേകമുള്ളവരൊന്നും കെട്ടാൻ പറ്റത്തില്ല. അഭിഷേകമുള്ളവരെ കെട്ടാൻ പറ്റത്തില്ല. അഭിഷേകമുള്ള ഒതുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചു. ഇതുകൊണ്ടാണ് ദലീല പല ആവശ്യം ശിക്ഷോനെ നിന്റെ ശക്തി ഏതിലാണ് എന്നെ പറയില്ല. തുണി കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ ചേർത്ത് ധൈര്യമാണെന്ന് പറഞ്ഞു. കുറ്റിയെ പിടിച്ച് ധൈര്യം കുറ്റിയും മറിച്ചോണ്ട് പോയി, കവമെടുത്തോണ്ട് പോയി. വിളിക്കും പച്ചപ്പാണി കൊണ്ട് കൊന്നു 1-2 തവണ കൊന്നൊളിക്കും. ചില രഹസ്യങ്ങൾ കൈമാറി, നമ്മളുള്ള ചില രഹസ്യങ്ങൾ കൈമാറി. ശേഷോട് പറഞ്ഞിരുന്നു, മക്കളെ നീ രഹസ്യം മാത്രം പറയരുത്. അവൻ പറഞ്ഞതാണ് അവന്റെ അവസാനം, അവന്റെ നഷ്ടത്തിന് കാരണം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ തിരിച്ചു വീണ്ടും മടങ്ങി വരട്ടെ. ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. യേശുവിൽ വിശ്വസിക്കായുമുണ്ട്. യേശു ചെയ്ത അത്ഭുതങ്ങളെ അനുഭവിപ്പാൻ മനസ്സ് വയ്ക്കാത്തതുകൊണ്ട് എനിക്ക് സന്തോഷിക്കണം, ആനന്ദിക്കണം പറഞ്ഞ് യേശുവെ പൈസ ചിലവൊന്നുമില്ല കേട്ടോ അതിന്. കാരണം യേശുവെ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് യേശുവിനെ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അവനെ കർത്താവും രക്ഷകനും ദൈവമായി ഏറ്റുകൊണ്ടിട്ട് എന്താ പ്രയോജനം ചോദിച്ചാൽ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ആത്മാവിനെ ഊതിയത് അപ്പം ഈ ആത്മാവിന്റെ ഉടമസ്ഥാന പോലെ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കൊണ്ട് പഠിച്ചിട്ട് മലയാളത്തിൽ യേശു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ യേശു എന്ന് പറയും. ഇല്ല, ശരിയല്ലേ? ഈ ശ്വാസം എപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ആ ഷൂ അത് പോകുമ്പോ തന്നവൻ്റെ അടുത്ത് പോകണം, തമ്പുരാന്റെ പ്രമാണം. എനിക്ക് ജ്യേഷ്ഠ സഹോദരനുള്ള റാമ്പാവുന്ന ഒരു മനുഷ്യണ്ടായിരുന്നു. ആ മനുഷ്യൻ കാട്ടിലെ പോയിട്ട് ഒരു സൈക്കിൾ പമ്പ് എടുത്തുകൊണ്ട് കാണിച്ചു കേട്ടതാണ്. സൈക്കിളിലെ കാട്ടിലിരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ശ്വാസം പോയി അവരെ തിരിച്ചു കയറ്റാൻ പ്രയാസമാണ്. എന്നാ ചിലർ ജീവിച്ചു വരുന്നത് കണ്ടിട്ടുമുണ്ട്. കർത്താവേ, നിന്റെ ധരിച്ചപ്പ നിന്റെ രാജ്യത്തിൽ ഇരിപ്പാൻ അവസരം കൊടുക്കുക, നീ തന്നേനെ, ഞാൻ ആ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചിലരെ കർത്താവ് ജീവൻ കൊടുത്ത് മടക്കി. അതുകൊണ്ട് ഞാൻ പറയേണ്ട ദൈവം, ആ അഭിഷേകം ഇരിക്കുന്ന നിനക്ക് അധികാരങ്ങളുണ്ട്. അതാ പറഞ്ഞത്, ഈ അധികാരം കൈമാറുവാൻ, ഈ അഭിഷേകം പ്രാപിപ്പാൻ, ചിലരൊക്കെ തകർക്കുവാൻ, വ്യാധികളെ, തേടുകളെ, പാമ്പുകളെ, ശത്രുവിന്റെ സകലത്തിൽ ഞാൻ നിങ്ങൾക്ക് അധികാരം ഒന്നും ഒരിക്കലും ഒരു ദിവസം വരുത്തില്ല. അഭിഷേകം ചിഹ്നങ്ങൾ അധികാരത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. അവൻ അവിടെ ആത്മാവിനെ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി എന്ന് പറഞ്ഞു. എന്തിനാ? എന്തിനാ? പാപവാസനകൾ അഴിക്കുവാൻ. അതുകൊണ്ടാണ് നീതിമാന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുന്നു. ചില പറയാമില്ലേ, ഇന്നടുത്ത് പോയതാ, അവൻ കരയിൽ വെച്ച് പ്രാർത്ഥിച്ചു, എന്റെ ബന്ധനവും പോയി, കെട്ടും പോയി, എന്തെല്ലാം പരിപാടികൾ ചെയ്തതാ, ക്രിയകൾ ചെയ്തതാ, നടക്കാത്ത കാര്യം പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് നടന്നു. ഒരുവൻ ഒരിക്കൽ വാഹനത്തിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് അമ്മ യാത്ര ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് പോകുക. 1-2 ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് ഭേദമില്ല. അങ്ങനെ നേരം എടുത്ത് പുരയിൽ മുമ്പ് ഈ സ്തോത്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി യാത്ര ചെയ്യാൻ ബൈ ചാൻസ് ഞാനും കൂടെ പറ്റിയില്ല. നോക്കിയപ്പോൾ കാണാം, ഈ കുഞ്ഞിനിങ്ങനെ വെള്ളം ഉണ്ടാക്കി ആദ്യക്കൂടി ഇളവിൽ ഇരിക്കാൻ വയ്യാണ്. 2 ദിവസം കഴിച്ച വെള്ളമെല്ലാം കൂടി ഇങ്ങനെ അവർ ബസ്സിന്റെ മുഖത്തേക്ക്. അപ്പൊ പുറകെ ആളുകൾ കഴിച്ചു പോയി. നിങ്ങൾക്കറിയാമോ, മനുഷ്യൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് അത് ഭയങ്കര സ്മെല്ലാണ്. പരിശുദ്ധാണ് പറഞ്ഞത്, ഓടിപ്പോകും തലയിലേക്ക് കൈ വെച്ചതാ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിർമ്മിച്ച വീട്ടിൽ പോയി. ഉടനെയുള്ള കൊച്ചു ചാടി കഴിച്ചിട്ട് പറഞ്ഞ പോലും, അമ്മയുടെ പറഞ്ഞ പോലും ഞാൻ കഴിച്ചിട്ട് ഞാനീ പോകുന്നതായിട്ടോ. രോഗിയുടെ മേൽ കൈവച്ചാൽ എനിക്ക് എന്റെ വേറെ വിഷയമുണ്ട്, ഞാൻ കൈവച്ചു. ഒരാഴ്ചയുടെ കാണാം, ഞാൻ പോകുന്ന പള്ളിയിൽ വിശ്വാസിയായിരുന്നു. അവിടെ നിന്ന് അച്ഛനോട് പറഞ്ഞു, വിശ്വാസിനോട് പറഞ്ഞു, സെക്രട്ടറിയോട് പറഞ്ഞു, കൊച്ചോദേശിയോട് പറഞ്ഞു, വലിയോദേശിയോട് പറഞ്ഞു, ഇന്നാരും ഒന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് കൈവച്ചിട്ട് എന്തോ പറഞ്ഞു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ സൗഖ്യമായി. 3 ആശുപത്രിയിൽ നിന്ന്
മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞതാണ്. ഇത് അഭിഷേകം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ തമാശക്കെന്ന് പറയരുത്. അതാ പറഞ്ഞത്, വിശ്വസിക്കുന്നവരാ ഈ അഭ്യാസങ്ങൾ നടക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും. അടുത്തത് ഭൂതങ്ങളെ പുറത്താക്കും. അടുത്തത് പുതുഭാഷകളെ സംസാരിക്കും. അതാ എന്തോ സംസാരിച്ചു, മനസ്സിലായിക്കാണ്. അടുത്തത് സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അടുത്തത് മരണകരമായ യാതൊന്നും കടിച്ചാലും കുടിച്ചാലും കാണാൻ കടിച്ചവൻ രക്ഷപ്പെട്ടു, കുടിച്ചവൻ രക്ഷപ്പെട്ടു. വിഷം കൊടിച്ചു ഒരുത്തൻ ഇങ്ങനെ ചളവഴിക്കണമെന്ന് എടുത്തോണ്ട് പോകണ അവൻ തീർന്നുണ്ടോ ചിലപ്പോൾ ജീവൻ പോയി പിന്നെ അങ്ങ് കൊണ്ടുപോയിരിക്കുകയാണ്. എന്താ കേട്ടത്? അപ്പൊ ഈ വന്ന് പറഞ്ഞ ആളിനെ കേട്ടപ്പോൾ എനിക്ക് തോന്നി, എന്റെ കുഞ്ഞിങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രത്യേക രോഗത്താൽ ഭാരത്താന്റെ മകൾ കടന്നു പോകുമ്പോ ഒരു ദിവസം കഴിക്കെടുക്കാൻ ഈ മോനാ വന്നത്, ഈ കേട്ട വ്യക്തിയെ വന്നത്. ഞാൻ പറഞ്ഞു, തമ്പുരാനെ ചെകരെ ഇനി മടക്കി തന്നിക്കണേ, ജീവനോടെ. ആസിഡ് കുടിച്ച് വയറൊക്കെ പുറത്ത് തീർന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ അവന്റെ മേൽ ജീവൻ വരട്ടെ. വേറെ എന്തൊക്കെ പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ, അതിനെ പക്ഷേ പ്രാർത്ഥിച്ചത് പറഞ്ഞു. അത് ആത്മാവിന് മാത്രമേ അറിയാം. പക്ഷെ അവൻ ഇന്നും ജീവനോടെ ഉണ്ട്. കൂടെ കൂടെ കാണുമ്പോൾ ഞാൻ ചാറ്റ പറയുമ്പോഴാണ്. മനസ്സിലായോ? ഇതാണ് അഭിഷേകത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, ഇത് കൈമാറാൻ ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞെ നിനക്ക് പ്രാപിപ്പാനാണ് വഴിയോ? നിനക്ക് ഈ അഭിഷേകത്തിൽ ആത്മീയവും ജീവിക്കാൻ പറ്റുമോ? പാപത്തെ, ലോകത്തിന്റെ ഇമ്പങ്ങളെ, ഇച്ഛകളെ വിട്ടിട്ട് ദൈവഹിതപ്രകാരം ജീവിക്കാൻ കഴിയുമോ? കൈമാറുവാൻ സ്വന്തം ഒരുക്കാം. ഹലോ 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 ഇതിനാണ് ശിഷ്യന്മാരുടെ യേശു ആത്മാവിനെ ഊതിയത്.